ഹായ് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് നമുക്ക് എങ്ങനെ ഇതുപോലത്തെ ഓഡിയോ സ്പെക്ട്രം ആഫ്റ്റർ എഫക്ട്സിൽ ക്രിയേറ്റ് ചെയ്യാന്നുള്ളതിനെ കുറിച്ചാണ്. ഈ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഇതുപോലുള്ള വേറെയും ട്യൂട്ടോറിയൽ ഞാൻ ഈ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, അതും കാണാൻ ശ്രമിക്കുക. നിങ്ങൾ എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ആഫ്റ്റർ എഫക്ട്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫൂട്ടേജ് ഇമ്പോർട്ട് ചെയ്യാം. ഫൂട്ടേജ് ഇമ്പോർട്ട് ചെയ്യാനായിട്ട് പ്രൊജക്റ്റ് പാനലിൽ ഡബിൾ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നിങ്ങളുടെ ഫൂട്ടേജ് സെലക്ട് ചെയ്തിട്ട് ഇമ്പോർട്ട് ക്ലിക്ക് ചെയ്യാം. അത് കഴിഞ്ഞാൽ ഒരു പുതിയ കോമ്പോസിഷൻ ക്രിയേറ്റ് ചെയ്യുക. ഇത് ചെയ്യാനായിട്ട് പ്രൊജക്റ്റ് പാനലിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, അതിനകത്ത് ന്യൂ കോമ്പോസിഷൻ എന്നുള്ളത് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഒരു പുതിയ പാനൽ ഓപ്പൺ ആയി വരും. ഇതിനകത്ത് നിങ്ങളുടെ കോമ്പോസിഷൻ്റെ നെയിം കൊടുക്കുക. അതിനുശേഷം നോക്കിയാൽ റെസൊല്യൂഷൻ, വീഡിയോൻ്റെ റെസൊല്യൂഷൻ ഞാനിപ്പോൾ ഇവിടെ ഒരു സ്ക്വയർ ടൈപ്പുള്ള ഒരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് 1000x1000 എന്നുള്ള രീതിയിൽ കൊടുത്തു. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങളുടെ വീഡിയോ റെസൊല്യൂഷൻ ഏതാണെന്ന് വെച്ചാൽ കൊടുക്കുക. അതിനുശേഷം ഫ്രെയിം റേറ്റ് ഞാനിപ്പോൾ 30 ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ അടുത്ത് നോക്കിയാലും ഡ്യൂറേഷൻ, കോമ്പോസിഷൻ്റെ ഡ്യൂറേഷനാണ് ചോദിക്കുന്നത്. നിങ്ങൾക്കിവിടെ എത്ര ടൈമാണ് വേണ്ടതെന്ന് വെച്ചാൽ അവിടെ കൊടുക്കുക. ഞാനിപ്പോൾ 15 സെക്കൻഡാണ് സെറ്റ് ചെയ്ത്. അതിനുശേഷം ഓക്കെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ കോമ്പോസിഷൻ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മ്യൂസിക്കും അതുപോലെ ഇമേജും കോമ്പോസിഷനിലേക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം നമ്മളുടെ ഈ ഇമേജിനെ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. ഇത് ചെയ്യാനായിട്ട് ആദ്യം ഇമേജ് സെലക്ട് ചെയ്യുക. അതിനുശേഷം Ctrl+D ക്ലിക്ക് ചെയ്യാം. എന്തിനാ ഈ ഇമേജ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നത് വെച്ചാൽ, ഒന്ന് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടായിട്ട് യൂസ് ചെയ്യാനും മറ്റൊന്ന് നമ്മുടെ ഓഡിയോ സ്പെക്ട്രത്തിൻ്റെ ഉള്ളിൽ റൗണ്ട് ഷേപ്പിൽ സെറ്റ് ചെയ്യാനും വേണ്ടി. അതിനുശേഷം നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത രണ്ടാമത്തെ ഇമേജ് സെലക്ട് ചെയ്യുക, അതിനെ ഹൈഡ് ചെയ്യുക. അതിനുശേഷം നമ്മളുടെ ആദ്യത്തെ ഇമേജിനെ സെലക്ട് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ ഒപ്പാസിറ്റി കുറക്കുക. ഒപ്പാസിറ്റി കുറക്കാനായിട്ട് കീബോർഡിൽ T പ്രസ് ചെയ്യുക. അതിനുശേഷം ഒപ്പാസിറ്റി 30 സെറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മളുടെ രണ്ടാമത്തെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത ഇമേജ് ഇനേബിൾ ചെയ്യുക. അതിനുശേഷം നമ്മളുടെ രണ്ടാമത്തെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത ഇമേജ് സെലക്ട് ചെയ്യുക. അതിനുശേഷം കീബോർഡിൽ S പ്രസ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ സൈസ് കുറക്കുക. നമുക്ക് ഈ ഇമേജ് ഇനി ഒരു റൗണ്ട് ഷേപ്പിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഇമേജ് ആദ്യം സെലക്ട് ചെയ്യുക. അതിനുശേഷം മുകളിൽ ടൂൾ ബാറിൽ നമ്മൾ എലിപ്സ് ടൂൾ സെലക്ട് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ പൊക്കത്ത് ഒരു സർക്കിൾ വരയ്ക്കുക. ഇത് മാറ്റിയിട്ട് നമ്മൾ മാസ്ക് എന്നുള്ളത് സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞാൽ സ്റ്റാർട്ട് ഫ്രീക്വൻസി, ഇത് നിങ്ങൾ 100 സെറ്റ് ചെയ്യുക. അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എൻഡ് ഫ്രീക്വൻസി, ഇത് ഡിഫോൾട്ടായിട്ട് വിടുക. അടുത്ത് ഫ്രീക്വൻസി ബാൻഡ്സ്, ഇത് ഒരു 200 സെറ്റ് ചെയ്യാം. അടുത്ത് മാക്സിമം ഹൈറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ഈ ലൈൻസിൻ്റെ മാക്സിമം ഹൈറ്റാണ്. ഇത് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ സെറ്റ് ചെയ്യുക. ഞാനിപ്പോൾ ഇത് ഡിഫോൾട്ടായിട്ട് വിടുകയാണ്. അടുത്ത് നോക്കി കഴിഞ്ഞാൽ തിക്നെസ് നമ്മുടെ ഈ ലൈൻസിൻ്റെ തിക്നെസ്, ഇത് ഞാൻ ഡിഫോൾട്ടായിട്ട് വിടുകയാണ്. നമുക്കിനി അടുത്ത് നോക്കി കഴിഞ്ഞാൽ സോഫ്റ്റ്നെസ് നമുക്ക് 0 സെറ്റ് ചെയ്യാം.
അത് കഴിഞ്ഞാൽ ഇൻസൈഡ് കളർ ഔട്ട്സൈഡ് കളർ ഇത് രണ്ടും നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ സെറ്റ് ചെയ്യുക. ഞാനിപ്പോൾ ഇത് രണ്ടും ഗ്രീൻ സെറ്റ് ചെയ്യാണ്. അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഹ്യൂ ഇൻ്റർപോളേഷൻ. ഇത് നിങ്ങൾ ഈ 0 എന്നുള്ള അവിടെ നിങ്ങൾ 1 സെറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇതിൻ്റെ കളർ മാറിയതായിട്ട് കാണാം. അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഡൈനാമിക് ഹ്യൂ ഫേസും അതുപോലെ കളർ സിമെട്രിയും. ഇതിൽ കളർ സിമെട്രിയുടെ ടിക്ക് അൺടിക്ക് ചെയ്യാം. ഇതെന്തിനാണ് അൺടിക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ ഈ സർക്കിളിനകത്ത് ഒരേ കളർ തന്നെ 2 സൈഡിലായിട്ട് വരും. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ കളർ സിമെട്രി അൺടിക്ക് ചെയ്യുന്നത്. അടുത്ത് നമ്മുടെ ഈ ഡൈനാമിക് ഹ്യൂ ഫേസ് ഇതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ മ്യൂസിക്കിനനുസരിച്ച് ആ ഹ്യൂവിൽ ഒരു ചേഞ്ചസ് വരും. അങ്ങനെ ചേഞ്ചസ് ഒന്നും വരണ്ടെന്നുണ്ടെങ്കിൽ അത് അൺടിക്ക് ചെയ്യാം. അതിനുശേഷം നോക്കിയാൽ ഡിസ്പ്ലേ ഓപ്ഷൻ. ഇത് നിങ്ങളൊന്നും ചെയ്യേണ്ട, ഡിജിറ്റൽ തന്നെ സെറ്റ് ചെയ്താൽ മതി. അത് കഴിഞ്ഞ് അടുത്ത് സൈഡ് ഓപ്ഷൻ. സൈഡ് ഓപ്ഷനിൽ സൈഡ് ബി എന്നുള്ളത് സെലക്ട് ചെയ്യാം. ഇനി നമ്മൾ നമ്മുടെ ഈ വൈറ്റ് സോളിഡ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണം. അത് ചെയ്യാനായിട്ട് കീബോർഡിൽ Ctrl D ക്ലിക്ക് ചെയ്യുക. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ രണ്ടാമത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് ഈ സോളിഡ് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മുടെ എഫക്ട്സ് കൺട്രോൾസ് പാനലിൽ പോയിട്ട് ഡിസ്പ്ലേ ഓപ്ഷൻ അത് ഡിജിറ്റൽ മാറ്റിയിട്ട് അനലോഗ് ലൈൻസ് ആക്കുക. അതിനുശേഷം നമ്മുടെ ഇൻസൈഡ് കളറും ഔട്ട്സൈഡ് കളറും ഇത് നമ്മൾ ബ്ലൂവോ അതുപോലെ ഏതെങ്കിലും വേറെ ഒരു കളറിലേക്ക് സെറ്റ് ചെയ്യാം. ഞാനിപ്പോൾ തൽക്കാലം ഇത് രണ്ടും ബ്ലൂവിലേക്ക് സെറ്റ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞാലും നമ്മൾ ഈ സോളിഡ് സെലക്ട് ചെയ്തിട്ട് കീബോർഡിൽ യെസ് പ്രസ് ചെയ്യാം. അപ്പോൾ സ്കെയിൽ വരും. അതിനുശേഷം ഈ സ്കെയിൽ കുറച്ച് കൂട്ടി കൊടുക്കാം. ഞാനിപ്പം 110 വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇനി ഈ ലൈൻസിൻ്റെ ഹൈറ്റ് കുറച്ച് കുറവാണ്. അപ്പോൾ അത് കൂട്ടാനായിട്ട് നമ്മൾ ഫസ്റ്റത്തെ സോളിഡ് സെലക്ട് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ ഹൈറ്റ് കുറച്ച് കൂട്ടി കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 800 കൊടുത്തു. അതുപോലെ നമ്മൾ രണ്ടാമത്തെ സോളിഡ് സെലക്ട് ചെയ്യുക. അതിൻ്റെയും മാക്സിമം ഹൈറ്റ് 800 ആക്കുക. ഇനി നമുക്ക് വേണമെങ്കിൽ രണ്ടാമത്തെ സോളിഡിൽ നമുക്ക് വേണമെങ്കിൽ ഈ ഫ്രീക്വൻസി ബാൻഡ്സ് എന്നുള്ളത് ഒരു 800 ആക്കി കൊടുക്കുക. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ അതിൻ്റെ ലൈൻസിൻ്റെ കർവൊക്കെ കുറച്ച് സ്മൂത്തായിട്ട് തോന്നിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതിനകത്തേക്ക് ബോർഡറും അതുപോലെ ടെക്സ്റ്റും ആഡ് ചെയ്യാം. ആദ്യം നമുക്ക് ബോർഡർ ആഡ് ചെയ്യാം. ബോർഡർ ആഡ് ചെയ്യാനായിട്ട് നമ്മളിവിടെ റെക്റ്റാങ്കിൾ ടൂൾ സെലക്ട് ചെയ്യാം. അതിനുശേഷം ഈ ഫില്ല് എന്നുള്ള ഇതിനകത്ത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഈ സോളിഡ് കളർ എന്നുള്ളത് മാറ്റിയിട്ട് നൺ സെലക്ട് ചെയ്യാം. എന്നിട്ട് ഓക്കെ കൊടുക്കുക. അതിനുശേഷം സ്ട്രോക്ക് ഇതിൻ്റെ കളറ് വൈറ്റ് ആക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറാക്കാം. ഞാൻ വൈറ്റ് ആക്കി. ഇനി അതിൻ്റെ പിക്സൽസ് സൈസ് ഞാനൊരു 20 കൊടുത്തു. ഇനി നമ്മൾ ഈ റെക്റ്റാങ്കിൾ നമ്മുടെ ഈ ഫ്രെയിമിൻ്റെ കോർണർ ടു കോർണർ വരക്കുക. ഇനി അടുത്ത് നമുക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യാം. ടെക്സ്റ്റ് ആഡ് ചെയ്യാനായിട്ട് ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ന്യൂ, അതിനകത്ത് ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം സൈസൊക്കെ കറക്റ്റാക്കിയിട്ട് പൊസിഷനൊക്കെ കറക്റ്റാക്കി വെക്കുക. നമുക്ക് വേണമെങ്കിൽ ഇനിയും ഇതുപോലെ സോളിഡ്സൊക്കെ ആഡ് ചെയ്തിട്ട് അതിൻ്റെ സൈസ് കൂട്ടുക, കുറയ്ക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ഡിസ്പ്ലേ ഓപ്ഷൻ മാറ്റുക, അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഈ ഓഡിയോ സ്പെക്ട്രം എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതിനുള്ള ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഇതിനകത്തുള്ള ഓരോ സെറ്റിങ്സ് മാറ്റി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ മോഡിഫൈ ചെയ്തൊക്കെ നോക്കുക. ഓക്കെ, ഇനി നമുക്കിത് എക്സ്പോർട്ട് ചെയ്യാം. ഇനി എക്സ്പോർട്ട് ചെയ്യാനായിട്ട് കീബോർഡിൽ Ctrl M പ്രസ് ചെയ്യാം. അതിനുശേഷം ഈ ഔട്ട്പുട്ട് മൊഡ്യൂൾസ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. അതിനകത്ത് ഫോർമാറ്റ് നമ്മൾ ഈ AVI എന്നുള്ളത് മാറ്റിയിട്ട് നമുക്ക് ക്വിക്ക് ടൈം എന്നുള്ളത് സെലക്ട് ചെയ്യണം. അതിനുശേഷം ഇവിടെ ഫോർമാറ്റ് ഓപ്ഷൻസ് എന്നുള്ളത് കാണാം, അതിനെ സെലക്ട് ചെയ്യാം. ഇതിനകത്ത് ആനിമേഷൻ ആയിരിക്കും ഓൾറെഡി ഉണ്ടാവുക, അത് നമ്മൾ മാറ്റണം. എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ആനിമേഷനിൽ എക്സ്പോർട്ട് ചെയ്താൽ ഭയങ്കര സൈസ് കൂടുതലായിരിക്കും. നിങ്ങളിപ്പോൾ ഒരു 15 സെക്കൻഡിലെ വീഡിയോ എക്സ്പോർട്ട് ചെയ്യാനാണെങ്കിൽ പോലും 1 GB ഒക്കെ അടുത്ത് സൈസ് വരും. അപ്പോൾ അത് നമ്മൾ മാറ്റാനായിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഈ DNxHR എന്നുള്ള ഈ കാണുന്ന ഇത് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഈ റെസൊല്യൂഷനിൽ ഈ DNxHR SQ 8-bit എന്നുള്ളത് സെലക്ട് ചെയ്യുക. നിങ്ങൾക്കിനി ക്വാളിറ്റി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ തൊട്ട് മുകളിൽ കാണുന്ന ഈ രണ്ടെണ്ണം EHQ അതുപോലെ HQX എന്നുള്ളതൊക്കെ സെലക്ട് ചെയ്യാം. അതല്ല നിങ്ങൾ ഈ ആനിമേഷൻ കോഡാക്കി തന്നെ
എക്സ്പോർട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അതുതന്നെയാണ് ശരിക്കും ഏറ്റവും ക്ലാരിറ്റി കൂടിയ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഞാൻ സൈസ് കുറച്ച് കുറക്കാൻ വേണ്ടിയാണ് ഈ ഒരു ഫോർമാറ്റിൽ സേവ് ചെയ്യുന്നത്. അതുപോലെ നിങ്ങളുടെ ഈ ഔട്ട്പുട്ട് ഇവിടെ സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് എവിടെയാണോ സേവ് ചെയ്യേണ്ടത് അവിടെ നമുക്ക് ബ്രൗസ് ചെയ്തിട്ട് സേവ് ക്ലിക്ക് ചെയ്യാം. നമുക്കിത് എക്സ്പോർട്ട് ചെയ്യാനായിട്ട് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് അഡോബ് മീഡിയ എൻകോഡർ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം. അത് യൂസ് ചെയ്താൽ നമുക്ക് H264 എന്നുള്ള ഫോർമാറ്റിലേക്ക് നമുക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വളരെ കുറഞ്ഞ ചെറിയൊരു MBയിൽ നമുക്ക് ഈ ഫയൽ സേവ് ചെയ്യാനായിട്ട് പറ്റും. നോർമലി നമുക്കിപ്പോൾ ഇവിടെ റെൻഡർ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് റെൻഡർ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.